Hello viewers, namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader യൂസ് ചെയ്ത് ഓപ്ഷൻ എങ്ങനെ ചെയ്യാവുന്നതാണ്. ഇൻ ദ മണി പോണ അറ്റ് ദ മണി എടുക്കണം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി എടുക്കണം, കോൾ ഓപ്ഷൻ എടുക്കണം, പുട്ട് ഓപ്ഷൻ എടുക്കണം, അങ്ങനെ ഭയങ്കര നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് സ്ട്രൈക്ക് പോലും സെലക്ട് അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓപ്ഷൻ നമുക്ക് ട്രേഡ് എടുക്കാം. ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന വിധമാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് കാണണമെന്നുണ്ടെങ്കിൽ, സ്ട്രാറ്റജി കാണണമെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കുക 9061973737 വിളിച്ചാൽ ഞാൻ ഡയറക്റ്റ് ഓൺ കോളിൽ പറഞ്ഞുതരാം. വിസിറ്റ് ചെയ്യണം, ഓഫീസ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ചേർത്തുള്ള 𝐾SRTC സ്റ്റാൻഡിനടുത്ത് നമുക്ക് ഓഫീസുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വിളിക്കാം, ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് ട്രേഡ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഓപ്ഷൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ് WinTrader യൂസ് ചെയ്ത് എങ്ങനെ സിമ്പിളായിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളത്. ഓപ്ഷൻ ചെയിൻ അനലൈസിസ്, ഓപ്ഷനിൽ ഏത് സ്ട്രൈക്ക്, അങ്ങനെ കുറേ ഓപ്ഷനിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ ഓപ്ഷൻ്റെ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിളിക്കുക 9061973737. ഇതിൻ്റെ ഓഫീഷ്യൽ നമ്പറാണ്. കോൾ ചെയ്യാം, മെസ്സേജ് ഇടാം. നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല 𝐾SRTC സ്റ്റാൻഡ് അടുത്താണ് ഓഫീസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്താൽ പറയുന്നത്. അത് ബേസിക് അറിയാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ഒന്ന് കേട്ട് നോക്കുക. അപ്പം ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ ചെയിൻസ് അവൈലബിൾ ആണ്. അതായത് മെയിൻ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കി തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്. അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ അത് അണ്ടർലൈൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വെതർ കോൾ ഓപ്ഷൻ എടുക്കണം, പുട്ട് ഓപ്ഷൻ എടുക്കണം, ഏത് സ്ട്രൈക്കിൽ പോകണമെന്ന് ഡിസൈഡ് ചെയ്യാൻ മാത്രമാണ്. ബാക്കി നമ്മൾ ട്രേഡിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓപ്ഷൻ്റെ ചെയിൻ തന്നെ നോക്കിയിട്ടാണ് അതിനകത്ത് കൺഫർമേഷൻ ചെക്ക് ചെയ്ത് ട്രേഡ് എടുക്കുന്ന പ്രീമിയം ചാർട്ട്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 17,747 മാർക്കറ്റ് റേറ്റ് ആണ്. ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ, ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ നോക്കുമോ, ഒരു റെഡ് കളറിൽ ഡൗൺ ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സെൽ ചെയ്യാനുള്ള സിഗ്നലാണ്, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള സിഗ്നലാണ്. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ സിഗ്നലാണ്, അതായത് നമുക്ക് കോൾ ഓപ്ഷനിലോട്ട് പോകാനുള്ള സിഗ്നലാണ്. ഈ സിഗ്നലിൽ ഓട്ടോമാറ്റിക് ആണ്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. ഇതിനകത്ത് എഴുതി വരും. അല്ലെങ്കിൽ ഏറ്റവും മേളിൽ നോക്കുക, നിഫ്റ്റിയിൽ ഇന്നത്തെ സെല്ല് വന്നിരിക്കുന്നത് 17,772.60 10.50 നമുക്ക് സിഗ്നൽ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഈ അണ്ടർലൈൻ അസറ്റിൽ സെല്ല് വരുമ്പം ഈ വന്ന സെല്ല് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ കൺഫേം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പുട്ട് ഓപ്ഷൻ കയറത്തുള്ളൂ. അത് കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ആരോ വന്നതിന് ശേഷം താഴത്തോട്ട് നോക്കുക. താഴത്തെ ബാർ റെഡ് ആയിരിക്കണം, പ്രൈസ് സെൽ സോൺ ആയിരിക്കണം. അതായത് സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം, സെല്ലിൻ്റെ താഴത്തെ ആരോടെ താഴത്തെ പ്രൈസ് സെൽ സോൺ ആയിരിക്കും. ഇതാണ് നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ടത് ഫാസ്റ്റ് എക്സിക്യൂഷൻ ആണ് ഓപ്ഷനിൽ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇതിനകത്ത് കൺഫർമേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെല്ല് വന്നു കഴിഞ്ഞാൽ 17,772 അല്ലേ. അപ്പോൾ നമുക്ക് എടുക്കുന്ന ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇതെല്ലാം നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടിരിക്കും. കാരണം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തനുസരിച്ചാണ് എനിക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് എടുത്തിട്ടാലും ആ സ്ട്രൈക്കിലാണ് മെയിൻ കൺഫർമേഷൻ വേണ്ടത്. ഇപ്പം ഇൻ ദ മണി, ഔട്ട് ദ മണി, ഔട്ട് ഓഫ് ദ മണി അറിയാത്തവർക്ക് ഇപ്പം മാർക്കറ്റ് സെല്ലിൽ നിൽക്കുമ്പോഴത്തേക്കും ആണല്ലോ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കുന്നത്. അതായത് നോക്കുക, 17,751 എന്ന മാർക്കറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നമുക്ക് പറയാം മാർക്കറ്റ് സെല്ലാണ്. അതായത് എനിക്ക് പുട്ട് ഓപ്ഷൻ വേണം. 17,751 എന്ന് പറയുമ്പം അറ്റ് ദ മണി എല്ലാത്തിലും സെയിം തന്നെയാണ്. അതായത് കോൾ ഓപ്ഷൻ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അറ്റ് ദ മണി എല്ലാത്തിലും സെയിം തന്നെയാണ്. അതായത് 17,700 അതിന് അറ്റ് ദ മണി നമുക്ക് എടുക്കാം. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് റേറ്റിൻ്റെ താഴത്തുള്ള, അതായത് 700 നിൽക്കുമല്ലോ ഇപ്പോൾ മാർക്കറ്റ്, അതായത് അപ്പോൾ 600, 500, 400, 300, 200 എല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ്. അപ്പോൾ ഇൻ ദ മണി മേഖലയിലായിരിക്കുമല്ലോ. 17,800, 900, 12,000 ഇതെല്ലാം ഇൻ ദ മണി വരും. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് പുട്ട് ഓപ്ഷനാണ്. മാർക്കറ്റ് സെല്ല് നിൽക്കുമ്പോഴത്തേക്കും
നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്ത് ബൈ ചെയ്യണം. അപ്പോൾ ഇൻ ദ മണി അറ്റ് ദ മണി രണ്ടിലും സെയിം ആണ്. ഈ കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും അറ്റ് ദ മണി മാർക്കറ്റ് റേറ്റ് തന്നെയാണ്. മാർക്കറ്റ് റേറ്റിൻ്റെ മുകളിലുള്ള ഇൻ ദ മണിയാണ്, താഴത്തുള്ള ഔട്ട് ഓഫ് ദ മണിയാണ്. അപ്പോൾ നിങ്ങൾ നേരെ വൈസ് വേഴ്സ ചിന്തിക്കുക. കോൾ ഓപ്ഷനിൽ നേരെ വൈസ് വേഴ്സ, അതായത് അറ്റ് ദ മണി മാർക്കറ്റ് റേറ്റ്, അപ്പോൾ ഇൻ ദ മണി താഴത്തോട്ട് വരും, മാർക്കറ്റ് റേറ്റിൻ്റെ താഴെ, ഔട്ട് ഓഫ് ദ മണി എല്ലാം മുകളിലോട്ട് പോകും. ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓൺ കോളിൽ ബാക്കി പറഞ്ഞു തരുമ്പോഴത്തേക്കും ഫുള്ള് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും, സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ സെല്ല് വന്നപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഫാസ്റ്റ് എക്സിക്യൂഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സെല്ല് വരുമ്പോൾ തന്നെ നേരെ അതിൻ്റെ ഓപ്ഷൻ എടുക്കുക. ഇവിടെ കൺഫർമേഷൻ നോക്കേണ്ട ആവശ്യമില്ല, നേരെ നമ്മൾ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. അവിടെ കൺഫേം ആണെന്ന് നിങ്ങൾ നോക്കുക. അവിടെ എപ്പോഴും നമുക്ക് ബൈ സിഗ്നലേ കാണിക്കാവൂ. ആ ബൈക്ക് ഒരു കൺഫർമേഷൻ ഉണ്ടാവണം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 17,772.60 നിൽക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് സെല്ല് തന്നു, നിഫ്റ്റിയുടെ സെല്ല് തന്നപ്പം നമുക്കിവിടെ ഇന്തമിഴിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് 800, നമുക്കൊരു 800, 900 അല്ലെങ്കിൽ 18,000 തന്നെ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് എടുക്കാം. അവിടെ സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കി വെച്ചാൽ മതി. അപ്പം ഞാനിവിടെ ഓൾറെഡി 17,900, 18,000 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷൻ്റെ ചെയിൻ, അതായത് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടാണ്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 17,900 പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. ഇവിടെ നോക്കുക, ഇവിടെയാണ് ഞാൻ പറഞ്ഞ കൺഫർമേഷൻ. ഇവിടെ ബൈ സിഗ്നൽ വന്നോന്ന് നോക്കുക, അതിനൊരു കൺഫർമേഷൻ ഉണ്ടാകുന്ന നോക്കുക. ബൈയുടെ കൺഫർമേഷൻ ബൈ ആയവരുടെ താഴത്തെ ബാർ നിങ്ങൾ നോക്കുക, അത് ഗ്രീൻ ആയിരിക്കണം. പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കണം, അതായത് സിഗ്നൽ കാണിക്കണം, ബൈ കാണിക്കണം, ഗ്രീൻ അപ്പാരോ കാണിക്കണം. അതിൻ്റെ താഴത്തെ ബാർ ആ ടൈമിലൊറ്റ ബാർ കാണും, ആ ബാർ ഗ്രീൻ ആയിരിക്കണം. പ്രൈസ് ഇവിടെ ബൈ സോൺ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സിഗ്നൽ കൺഫേം ആണ്, ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർട്ടിൽ തന്നെ ഇതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ ഇതിൽ തന്നെ കാണിക്കും. 129.45 നമുക്ക് നിഫ്റ്റിയിൽ ബൈ കിട്ടിയ സെല്ല് കിട്ടിയ സമയത്ത് തന്നെ ഇവിടെ പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ വന്നു. 17,900 പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാൻ പറഞ്ഞ റേറ്റ് 129 ആയിരുന്നു. നിങ്ങൾ സ്റ്റാറ്റസിലൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്യുക, 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ 129.45 സോഫ്റ്റ് നമുക്ക് പറഞ്ഞ ടാർഗറ്റ് 142, 152, 163 വരെ 3 ടാർഗറ്റ് പറഞ്ഞ് 3 അച്ചീവ് ചെയ്ത ശേഷം ഇപ്പോൾ നിഫ്റ്റി റിവേഴ്സ് അടിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പുട്ട് ഓപ്ഷൻ ഇറങ്ങുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിഫ്റ്റിയിൽ നമുക്ക് സെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ട്രൈക്കാണ് അത് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനനുസരിച്ചാണ്. നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി ട്രേഡ് ചെയ്ത് തുടങ്ങി വെച്ചാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ള ആൾക്കാർക്ക് ഔട്ട് ഓഫ് ദ മണി തന്നെ എടുക്കാം. ഏതെടുത്താലും നമ്മുടെ സോഫ്റ്റ്വെയറിൽ പറയുന്ന പോലെ ഇതിനകത്ത് സിഗ്നൽ കാണിക്കണം. അതായത് ഞാൻ നിഫ്റ്റിയിനകത്ത് ഇവിടെ സെല്ല് വന്നപ്പോൾ ഇവിടെ മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ റേറ്റ് കാണിക്കുന്ന ആ മാർക്കറ്റ് സിഗ്നൽ വന്ന സമയത്തെ റേറ്റാണ് 772 ഞാൻ ഇന്തമണിയിൽ എടുത്തുകൊണ്ടാണ് ഞാൻ 17,900 ഓപ്പൺ ചെയ്തത്. അവിടെ എനിക്ക് എന്താ കാണിക്കേണ്ടത്? ബൈ കാണിക്കണം. അവിടെ കൺഫേം ആണ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ബൈയുടെ കൺഫർമേഷൻ ആരോക്ക് താഴെ ബാർ, പ്രൈസ് ബൈ സോൺ ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽ കൺഫേം ആണ്. ബൈ സോണും ബാറിൻ്റെ കളർ ഗ്രീനും. ഇതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ ഇതിനകത്ത് കാണിച്ചു തരും. സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ ഇതിൽ തന്നെ പ്രീമിയം ചാർട്ടിൽ കാണിച്ചു തരും. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ 12,000 കാണിച്ചു തരാം. 12,000 നമ്മൾ 227.20 നമുക്ക് ബൈ വന്നിട്ടുണ്ട്. അതിൻ്റെ 2 ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ടാർഗറ്റ് 268 വരെ, 227 268 വരെ കയറിയിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ 2 ടാർഗറ്റ് അടിച്ചു. അതായത് ഇൻ ദ മണി നമ്മൾക്ക് ആക്ച്വലി ഓപ്ഷനിൽ മെയിൻ എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്. പക്ഷേ അൺലിമിറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് ആർക്കും കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓവർ ട്രേഡിങ് ആൻഡ് ഗ്രീഡിനെസ് ആണ്. നമ്മൾ കറക്റ്റായിട്ടൊരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം. നമുക്ക് മോർണിംഗിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു റാലി വരും, അത് വൺ സൈഡ് റാലി, അപ്പ് സൈഡ് ആകാം, ഡൗൺ സൈഡ് ആകാം. അപ്പം നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് സിഗ്നൽ കാണിച്ചു തരും. ആ ഒരൊറ്റ സിഗ്നലിൽ നമുക്ക് പ്രോഫിറ്റ് വരും. ആ ഒരു പ്രോഫിറ്റിൽ നിന്ന് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തേക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കാണ് ഉള്ള പ്രോഫിറ്റും കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്ദമണിലൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ട്രേഡ് മതി പ്രോഫിറ്റ് വരാനുള്ളത്. ഈ 2 to 5% 5,000 എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യുന്ന ഒരു ദിവസം. പക്ഷേ പിന്നെയും നമ്മൾ എന്താണ് പിന്നെയും ഓവർ ട്രേഡ് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള പ്രോഫിറ്റും കൂടെ അതിനകത്ത് നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലോസ് ഒരിക്കലും വരത്തില്ലെന്ന് പറയത്തില്ല. ലോസ് വരുമ്പോൾ ആ ലോസിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം നമ്മൾ. അപ്പം ഇതൊരു സോഫ്റ്റ്വെയർ ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏത് ഞാൻ ഓപ്ഷനിൽ കാണിച്ചെങ്കിൽ ഇത് ഇക്വിറ്റീസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ട്, ഫോറക്സ് ഉൾപ്പെടെ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്വിംഗ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് ആൻഡ് ഇൻട്രാഡേ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓൺ കോളിൽ നമ്മൾ ലൈവായിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യാം. വരേണ്ട ആൾക്കാർ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ നേരത്തെ പറഞ്ഞ് 9061973737. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.